എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യാങ് ജീനിയുടെ അടുത്ത് വിഷ് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇവിടെ പറയും, ഞാനാണെങ്കിൽ ഒരു വിഷ് ചോദിക്കുവാണ്. അതായത് നീ ആദ്യം കാണുന്ന 5 പേരാരാണോ അവർക്ക് എല്ലാവർക്കും ഓരോ 3 വിഷസ് വെച്ച് കൊടുക്കണം. ഈ 5 പേരിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് മാർഗമാണ് ചൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചായിരിക്കും നമ്മളിതിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിന്റെ അടുത്ത് വിഷ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ നീ ജയിക്കും. അതിൻ്റെ അർത്ഥം നീ പറയുന്നത് പോലെ മനുഷ്യരെല്ലാവരും കൊള്ളാത്തവരാണ് എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ 2 സിമ്പിൾ വിഷസ് പറഞ്ഞിട്ട് നിന്നെ എൻ്റെ അടുത്ത് നിന്ന് മോചിതനാക്കുന്നതായിരിക്കും. അങ്ങനെ ഇവർ സംസാരിച്ച് നടക്കുന്നത് നമ്മളുടെ ജീനിയാണെങ്കിൽ ഹെയർ ക്ലിപ്പ് എടുത്ത് കുത്തും. അവിടെയായിട്ട് ഒരു സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി വരും. അവളാണെങ്കിൽ നമ്മളുടെ യാങ്ങിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങും. ഇവളുടെ ലുക്ക് കണ്ടാലേ മനസ്സിലാവും ഇവള് നല്ല സങ്കടത്തില്ല എന്ന്. ഇവിടെ നിന്ന് ആ പെണ്ണങ്ങോട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ്ങിന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി പെണ്ണ് വരും. അവളാണെങ്കിൽ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കാണുന്നതും ജീനി പറയും, ആഹാ നമ്മുടെ 2ാമത്തെ കസ്റ്റമർ എത്തിയല്ലോ. അങ്ങനെ അവർ കുറച്ച് മുമ്പിലോട്ട് വരുന്നതും അവിടെയായിട്ടൊരു പട്ടീനെ കാണും. അപ്പോൾ നമ്മുടെ ജീനി പറയും, ഇതാണ് നമ്മളുടെ 3ാമത്തെ കസ്റ്റമർ എന്ന്. ഇത് കാണുന്നതും നമ്മളുടെ യാങ് അവിടെ പറയും, പട്ടീനെ എങ്ങനെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നത്? അപ്പോൾ നമ്മുടെ ജീനി പറയും, നീ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ആദ്യം കാണുന്ന 5 പേരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു വണ്ടിയിലായിട്ട് അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു ലേഡിയുടെ മോൻ വരും. അയാളാണെങ്കിൽ വന്ന് നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ജീനി പറയും, ഇതാണ് 4ാമത്തെ ആൾ എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് ആ വില്ലേജിൽ പുതുതായിട്ട് വന്നൊരു യൂട്യൂബർ ചെറുക്കനുണ്ട്. അവനും അതിലെ പാസ് ചെയ്ത് പോവും. അപ്പോൾ ജീനി പറയും, ഓക്കെ നമ്മുടെ 5 കസ്റ്റമേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് എന്ന്. ഇവിടെ നമ്മളുടെ യാങ് പറയാൻ തുടങ്ങും, അപ്പോൾ പിന്നെ നിന്റെ മാജിക് കാണിച്ചു തുടങ്ങിക്കോ, ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗാ എന്ന്. അടുത്ത ദിവസം നമ്മളുടെ ജീനിയാണെങ്കിൽ സേജിൻ്റെ അടുത്തിരുന്ന് പറയും, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി. ആകപ്പാട് അവൾ 100 വർഷമല്ലേ ജീവിച്ചിരിക്കൂ, അത്രയും നാളെ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ച് ജീവിച്ചോളാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവൻ വീട്ടിൽ വന്നിട്ട് അവൻ്റെ ഒരു മാജിക് കാർപ്പറ്റ് ഉണ്ട്, അതും എടുത്തിട്ട് അവിടുന്ന് എങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുന്നതും നമ്മളുടെ യാങ്ങിൻ്റെ മുത്തശ്ശീനെ കാണും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീനി മുത്തശ്ശി എടുത്ത് പറയും, എന്തായിരുന്നാലും യാങ്ങിൻ്റെ അടുത്ത് പറയരുത്, നിങ്ങൾ എന്നെ ഇവിടെ കണ്ട കാര്യം, എനിക്കൊരു ഹെൽപ്പ് വേണം, നിങ്ങളുടെ കയ്യിരിക്കുന്ന ആ സാലഡിൻ്റെ ബൗള് അതിങ്ങ് എനിക്ക് തരൂ. അങ്ങനെ നമ്മളുടെ ജീനി ഈ ബൗളും എടുത്ത് അവനവൻ്റെ കാർപ്പറ്റിൽ എൻജോയ് ചെയ്ത് ആകാശത്തോടെ പറന്ന് നടക്കും. എന്നാൽ അവൻ്റെ തൊട്ടടുത്തായിട്ട് 2 ജെറ്റ് വിമാനം വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീനിയാണെങ്കിൽ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് ജപ്പാൻ്റെയും കൊറിയയുടെയും നടുക്കുള്ള ബോർഡർ ലൈനിൽ കൂടെ ആണ്. അതായത് അവനെ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും ഇവനാണെങ്കിൽ എന്തോ തീവ്രവാദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലെ പൊക്കോണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെയാണ് ജെറ്റ് വിമാനമാണെങ്കിൽ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇതെല്ലാം ഭയങ്കര വലിയ ന്യൂസ് ആവും. അങ്ങനെ നമ്മുടെ യാങ് ആണെങ്കിൽ ഇവനെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെയുള്ള കോലാഹലമൊക്കെ ഉണ്ടാക്കി വെച്ചേന്ന്? അപ്പോൾ ജീനി പറയും, എനിക്ക് ഒറ്റയ്ക്കിരിക്കണമായിരുന്നു എന്ന്. അവളവിടെ പറയും, നിനക്ക് ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞിട്ട് നീ 2 രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം ഉണ്ടാക്കാനാണ് ഇപ്പം നോക്കിയത്. ഇവിടെയായിട്ട് നമ്മുടെ യാങ് പറയും, അഥവാ 5 കസ്റ്റമേഴ്സും നിന്റെ അടുത്താണെങ്കിൽ ഓരോരോ വിഷസ് ചോദിച്ചു, അവർ ചോദിക്കുന്നത് യഥാർത്ഥ വിഷ് തന്നെയാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? നീ അതിനകത്ത് കള്ളം കാണിച്ചാലോ? ഇവിടെയായിട്ട് നമ്മുടെ ജീനിയാണെങ്കിൽ യാങ്ങിനെയും കൊണ്ടൊരു സ്ഥലത്തായിട്ട് വരും. അതൊരു റൂഫ് ടോപ്പിലായിട്ടാണ്. അവിടെ ജീനി പറയും, ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം, അയാളുടെ ചിറകിൻ്റെ തൂവല് കൊണ്ട് നീ എന്തെഴുതിയാലും അത് സത്യമായിട്ട് മാത്രമേ മാറത്തുള്ളൂ. അതായത് നീ തെറ്റെഴുതിയാൽ അത് കറക്റ്റ് ചെയ്ത് സത്യമായിട്ട് എഴുതി കാണിച്ചു തരുമെന്ന്. അതേസമയം തന്നെ അവിടെ പുതിയൊരാൾ വരും. അവൻ നമ്മുടെ ജീനിനെ കണ്ടിട്ട് ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീനിയാണെങ്കിൽ യാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാനിപ്പോൾ എന്ത് ചെയ്താലും നീ ആ പ്ലാനിനനുസരിച്ച് എന്നെ പൊക്കോണം. നിനക്ക് അവസരം കിട്ടുന്ന സമയത്ത് അവൻ്റെ ദേഹത്തുനിന്ന് ഒരു തൂവലും എടുത്തുകൊണ്ട് അപ്പം തന്നെ അവിടുന്ന് എസ്കേപ്പ് ആയിക്കോണോ എന്ന്. പെട്ടെന്ന് തന്നെ ജീനി നമ്മുടെ യാങ്ങിനെ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് തറയിലോട്ട് തള്ളി എങ്ങിടും. ഇത് കാണുന്നതും അവിടെ നിൽക്കുന്ന ആ വൈറ്റ് ഷർട്ട് ഇട്ട ആളില്ലേ, അയാൾ നമ്മുടെ യാങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പുറകെയായിട്ട് എടുത്ത് ചാടും. എന്നാൽ അവൻ അവിടെ വിളിച്ചു പോവും, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന്. അവൻ്റെ ദേഹത്തായിട്ട് വലിയൊരു ചിറകും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ്ങിനെ അവൻ പിടിച്ച് താഴെ സേഫായിട്ട് എത്തിക്കുന്നത് നമ്മുടെ യാങ് ചോദിക്കും, നിന്റെ കയ്യിൽ ഇത്രയും വലിയൊരു ചിറകുണ്ടായിട്ടും നീ എന്തിനാ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കറന്ന് വിളിച്ചത് എന്ന്. അപ്പോൾ അവൻ പറയും, അത് ഞാൻ പെട്ടെന്ന് നെർവസ് ആയിട്ടാണ്. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ ഒരു തൂവലും പറിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പായി പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ ആ തൂവല് വെച്ചിട്ട് ഒരു പേന തന്നെ ഉണ്ടാക്കുന്നതാണ്. അവൾ ആ പേന വെച്ചിട്ട് ഓരോന്ന് എഴുതി നോക്കും. ആദ്യമേ തന്നെ അവൾ ട്രൈ ചെയ്ത് നോക്കുന്നതേ അവളുടെ മുത്തശ്ശിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല, മുത്തശ്ശിയെ സംബന്ധിച്ച് അവൾ ഭയങ്കര ഭാരമാണ് എന്നാണ്. എന്നാൽ അത് എഴുതി കഴിയുന്നതും അതിനകത്താണെങ്കിൽ തിരുത്ത് സംഭവിക്കും. അതിൽ പറയുന്നത് മുത്തശ്ശീനെ സംബന്ധിച്ച് യാങ് ആണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുമോള്, അതേപോലെ തന്നെ അവരുടെ കോൺഫിഡൻസും അവരുടെ സ്ട്രെങ്ത്തും അവളാണ് എന്നതിൽ എഴുതി കാണിക്കും. ഇത് കാണുന്ന നമ്മുടെ യാങ്ങിന് കുറച്ച് സന്തോഷമാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജീനിയാണെങ്കിൽ ആ വൈറ്റ് ഡ്രസ് ഇട്ട ആളിനെ വന്ന് കാണുന്നതാണ്.
ഇവിടെയായിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇവർ വലിയ ശത്രുക്കളുമാണ്. ഇവിടെയായിട്ട് ആ വൈറ്റ് ഡ്രസ് ഇട്ടവൻ പറയും, നീ പുറത്ത് വന്നായിരുന്നോ? നീ എന്നാണ് പുറത്ത് വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ജീനി പറയും, എന്തൊക്കെയായിരുന്നാലും നമ്മൾ രണ്ടുപേരും യുദ്ധം ചെയ്യാനുള്ളവരല്ലേ, നിന്നെ ഞാൻ ഉറപ്പായിട്ടും ഉടനെ തന്നെ തൂക്കിക്കോളാം എന്ന് പറയും. ഇത് കേൾക്കുന്ന ആ വൈറ്റ് ഡ്രസ് ഇട്ടവനാണെങ്കിൽ പറയുന്നത്, എന്തൊക്കെയായിരുന്നാലും ഞാനും അങ്ങനെ ഇങ്ങനൊന്നും വിട്ടുകൊടുക്കത്തില്ല എന്നാ. ആക്ച്വലി ഈ വെള്ള ഡ്രസ് ഇട്ടവൻ ഏകദേശം പറഞ്ഞ ഒരു ക്രിം റീപ്പറിനെ പോലെ തന്നെയാണ്. അതേപോലെ ഇവനെ ഏഞ്ചൽ എന്നും വിളിക്കാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ജീനിയുടെ ആദ്യത്തെ കസ്റ്റമറിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് ഗേൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ബോസ് ആണെങ്കിൽ എപ്പോഴും അവരെ നല്ലതുപോലെ ടാർഗറ്റ് ചെയ്ത് എല്ലാ പണിയും ചെയ്യിപ്പിക്കും. അതേപോലെ ഇവരെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും. ഇവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സ്റ്റോർ റൂമിൽ വരുന്നതും അവിടെ വെച്ചിട്ട് നമ്മളുടെ ജീനിയുടെ ആ ലാമ്പില്ലേ അത് കിട്ടും. അവരങ്ങനെ ആ ലാമ്പിനകത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ജീനി അവിടെ പ്രത്യക്ഷപ്പെടും. ഇവിടെ നമ്മളുടെ ജീനിക്ക് ഫേസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രകാശം പോലെ മാത്രമേ ഉള്ളൂ. അവിടെയായിട്ട് ഇവരാണെങ്കിൽ ഇവരുടെ ഫസ്റ്റിലത്തെ വിഷ് പറയുന്നത്, ഇവർക്കാണെങ്കിൽ അവരുടെ ആ ബോസ് ലേഡി ഇല്ലേ അവരെക്കാട്ടിയും വലിയ പോസ്റ്റിൽ വരണം, എന്നിട്ട് അവരെ നല്ലതുപോലെ ഭരിക്കണം, ഇവർക്ക് നല്ലൊരു സെറ്റപ്പിൽ ജീവിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ജീനിയാണെങ്കിൽ ആ വിഷ് അങ്ങ് സാധിച്ചു കൊടുക്കും. ഈ ലേഡി ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നല്ലതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് പ്രൊമോഷനൊക്കെ ആയിട്ട് ആ സൂപ്പർ മാർക്കറ്റിൽ ഇവരുടെ ബോസ് ലേഡീനെയൊക്കെ നല്ലതുപോലെ ഭരിച്ചു വരുന്നതാണ്. ഇത് കാണുന്ന അവിടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവർക്ക് പ്രൊമോഷൻ കിട്ടിയത് എന്ന് ആലോചിച്ചിട്ട് ഈ ലേഡി നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ യാങ് സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാങ് ചോദിക്കും, നിങ്ങൾ എൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വരുന്നില്ലേ നിങ്ങളുടെ കാറിൻ്റെ ഓയിൽ മാറാൻ വേണ്ടിയിട്ട്? പെട്ടെന്ന് തന്നെ ആ ലേഡി പറയും, ഓ ഞാൻ പുതിയ കാർ എടുക്കാൻ പോകുകയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് മനസ്സിൽ വിചാരിക്കും, എന്നാലും എൻ്റെ ഒരു റെഗുലർ കസ്റ്റമറിനെയാണല്ലോ ഞാനിപ്പോൾ നഷ്ടപ്പെടുത്തിയത് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ്ങിനാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഓർമ്മ വരും. അവിടെയായിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മെയ്യും അവളും എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്നുള്ള സ്റ്റോറി കാണിക്കാൻ തുടങ്ങും. ആക്ച്വലി നമ്മളുടെ യാങ്ങിൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് ഈ മെയ് എന്ന് പറയുന്നത്. അവളെ ഒരുപാട് പേര് ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് അവിടെ റിയാക്ട് ചെയ്തിട്ട് പറയും, ഇനി ആരെങ്കിലും അവളെ ബുള്ളി ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ശരിയാക്കും, ഞാൻ നിങ്ങളെ ജീവനോടെ കത്തിക്കുമെന്ന്. ഇത് കേട്ടിട്ട് പെൺപിള്ളേരൊക്കെ ചെറുതായിട്ടൊന്ന് പേടിക്കുമെങ്കിലും അവർ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. എന്നാൽ നമ്മുടെ യാങ് ആണെങ്കിൽ ലൈവായിട്ട് അത് കാണിച്ചു കൊടുക്കും. ഇവളുമാരെല്ലാം ബാത്റൂമിൽ നിൽക്കാൻ നേരത്ത് നമ്മുടെ യാങ് അവിടെ കൊണ്ടുവന്ന് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അവിടെ കത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ യാങ്ങും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്നത്. ഇവിടെ നമ്മളുടെ മെയ് ആണെങ്കിൽ പഠിച്ച് നല്ലൊരു ഡെന്റിസ്റ്റ് ആവും. അവൾ യാങ്ങിനെ നല്ലതുപോലെ കെയർ ചെയ്യുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ സെയ്ജ് ആണെങ്കിൽ ജീനി എടുത്ത് വന്നിട്ട് നമ്മളുടെ യാങ്ങിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നയാ. അവനവിടെ പറയും, ഞാനാണെങ്കിൽ യാങ്ങിനെ നല്ലതുപോലെ വീക്ഷിച്ചായിരുന്നു. അവളാണെങ്കിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഡൈവിങ്, അതേപോലെ തന്നെ മലയുടെ മുകളിൽ വലിഞ്ഞു പിടിച്ച് കയറുക, അങ്ങനെ അവൾ കുറേ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നാച്ചുറലായിട്ട് മരിക്കണം. അതിൻ്റെ പേരിൽ മാത്രമാണ്. അവളാണെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടുള്ള ശവപ്പെട്ടി വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവളെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മുത്തശ്ശി എപ്പോഴാണോ മരിക്കുന്നത് അതേസമയം തന്നെ ഇവക്ക് മുത്തശ്ശീനെ പിന്തുടർന്ന് മുത്തശ്ശിയുടെ കൂടെ മരിച്ചു പോകണമെന്നാ. ഇവിടെ സേജ് നമ്മളുടെ ജീനി എടുത്ത് ചോദിക്കും, അവള് മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികാരം വീട്ടാൻ പോകുന്നേ എന്ന്. ഉടനെ തന്നെ ജീനി പറയും, ഞാൻ എന്തായിരുന്നാലും അവളെ അങ്ങനെ ഇങ്ങനെയൊന്നും മരിക്കാൻ വിടത്തൊന്നുമില്ല. ഞാനാണെങ്കിൽ ആ മുത്തശ്ശീനെ സൂപ്പറായിട്ട് കെയർ ചെയ്യും, അവർക്കൊന്നും വരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഈ മുത്തശ്ശിക്കാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടുവേദനയൊക്കെ വന്നാലും വേഗം തന്നെ നമ്മളുടെ ജീനി ഓടി വന്നിട്ട് അവർക്ക് മസാജൊക്കെ ചെയ്തു കൊടുക്കുന്നതാ. പിന്നെ നമ്മളുടെ മുത്തശ്ശിയായിരുന്നാലും ഇവരെ നല്ലതുപോലെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര വീക്കായിട്ടൊക്കെ ആക്ട് ചെയ്തിട്ട് ഇവരെ കൊണ്ടുള്ള പണിയെല്ലാം എടുപ്പിക്കും. പാടത്തായിരുന്നാലും അതേപോലെ തന്നെ മാവ് കുഴയ്ക്കുന്നതായിരുന്നാലും ഏത് പണിയായിരുന്നാലും ജീനി ചെയ്യാൻ റെഡിയായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ സേജ് വന്നിട്ട് ജീനി എടുത്ത് പറയും, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താലും ആ യാങ്ങിന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന്. ഉടനെ നമ്മുടെ ജീനി ചോദിക്കും, അവള് കൊള്ളാമല്ലോ, 1000 വർഷം എന്നെയാണെങ്കിൽ ആ കുപ്പിയിലാക്കി അടച്ചു വെച്ചിട്ട് അവൾക്കൊന്നും ഓർമ്മയില്ലെന്നോ? നീ എന്തായിരുന്നാലും അവളുടെ അടുത്ത് ഒന്നും പറയരുത്. അവൾ പണ്ട് നല്ലൊരാളായിരുന്നു, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വിഷു ചോദിച്ചിട്ട് അവൾ സ്വന്തമായിട്ട് മരിച്ചു പോകുമായിരുന്നു എന്നൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പുറകെ നിന്നിട്ട് നമ്മുടെ യാങ് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ സേജ് പറയും, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ നിന്റെ പുറകിൽ നിന്ന് എല്ലാം കേട്ടിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് അവിടെ നിന്ന് അങ്ങ് നടന്നു പോകും. നമ്മളുടെ ജീനി ആയിരുന്നാലും അവളെ സോപ്പിടാൻ വേണ്ടിയിട്ട് പറയും, ആഹാ നല്ല ഡ്രസ്സാണല്ലോ, നീ എവിടോട്ടാ പോകുന്നേന്ന്.
എന്നാൽ യാങ് മൈൻഡ് പോലും ആക്കത്തില്ല. അവൾ നേരെ വരുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ക്ലിനിക്കിലായിട്ടാണ്. അവൾ എല്ലാ കാര്യങ്ങളും നല്ല ടൈറ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തതിനു ശേഷം ഒരു ഷോപ്പിങ്ങിന് പോകണമായിരുന്നു. അവിടെ നമ്മളുടെ ജീനി ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു ഫുഡ് കഴിക്കാൻ വരും. അവിടെ നമ്മളുടെ ജീനി നോക്കുമ്പോൾ എല്ലാ ആണുങ്ങളും പെൺപിള്ളേർക്ക് വേണ്ടിയിട്ട് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ ഇവനാണെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ടേബിൾ തന്നെ പിടിച്ച് മാറ്റി അങ്ങ് കൊടുക്കും അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. നമ്മളുടെ ജീനിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമ്മുടെ യാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ ആ ദൂരെ കാണുന്ന ടവർ കണ്ടോ? നിനക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോവാം. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് ആഗ്രഹം ഉണ്ടെന്ന് പറയും. എന്നാൽ ജീനി അവിടെ പറയും, എന്നെ അവിടുന്ന് തള്ളി തറയിലൊന്നും ഇടരുത്, അങ്ങനെ വാക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോവാമെന്ന്. അങ്ങനെ യാങ് അതിന് വാക്കൊക്കെ കൊടുക്കും. രണ്ടുപേരും ആ ടവറിന്റെ മുകളിലായിട്ട് വരും. അവിടെ എത്തുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനിനെ നോക്കിയിട്ട് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ, നമുക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്താലോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനി ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവൻ ചോദിക്കും, ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയൂ? നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു, ഇതിനെക്കാട്ടി നല്ലത് എന്നെ അങ്ങ് കൊന്നു കളയുന്നതാ. അവൻ ചോദിക്കും, അല്ല നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാര്യം? അവിടെ നമ്മളുടെ യാങ് പറയും, എന്തോ നീ ഒരു എഞ്ചിനെ പോലെയാണ്, എനിക്ക് നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് നീ അതേപോലെ ആയി മാറുന്നുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീനി പറയും, ഓഹോ, അപ്പൊ അവസാനം ഞാനൊരു എഞ്ചിനും ആയി. എന്തൊക്കെയായിരുന്നാലും നിനക്ക് റൊമാൻസ് അല്ലേ വേണ്ടത്? റൊമാൻസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ജീനിയാണെങ്കിൽ അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം അങ്ങ് ഓഫാക്കി കളയും. പെട്ടെന്ന് തന്നെ ആകാശത്തുള്ള നക്ഷത്രങ്ങളെല്ലാം നല്ലതുപോലെ വിസിബിൾ ആവും. ഇത് കാണുന്ന യാങ്ങിനെ ഓർമ്മ വരുന്നത് അവളുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യവാ. ഏതെങ്കിലും ഒരാണ് നിന്നെ നോക്കിയിട്ട് സ്റ്റാർസിനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മൊമെന്റ് ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും, നീ അയാളെ അപ്പോഴും കിസ് ചെയ്യണം എന്നാണ്. കിസ് ചെയ്യാനുള്ള ബെസ്റ്റ് മൊമെന്റ് ആണത്. ഇത് കേൾക്കുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ജീനിനെ അങ്ങ് കിസ് ചെയ്യും. എന്നിട്ട് അവൾ ചോദിക്കും, ഇതാണോ കിസ്? എനിക്ക് എന്താ ഒന്നും ഫീൽ ആവാത്തത്, ഇങ്ങനെയാണോ കിസ് ഇരിക്കുന്നത്? പെട്ടെന്ന് തന്നെ നമ്മുടെ ജീനി ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് അങ്ങ് മാറും. അവളാണെങ്കിൽ ഈ കിസ് എന്ന് പറയുന്നത് അത്ര വലിയ സ്പെഷ്യൽ കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ഉടനെ തന്നെ ജീനി പറയും, യഥാർത്ഥത്തിൽ കിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ തരുമ്പോഴാണ് അതിന്റെ ഫീല് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചിരുത്തി ഒരു കിസ്സങ്ങ് കൊടുക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ യാങ്ങിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾക്ക് എന്തോ പോലെ ഫീലാവും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. നമ്മളുടെ യാങ്ങിന് അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളിപ്പോൾ അവന്റെ പുറകെ നടക്കുക അവൾക്ക് കിസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ജീനിയാണെങ്കിൽ ജീവനും കൊണ്ട് അവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാ നോക്കുന്നത്. അവൻ എല്ലായിടത്തും പോയി ഒളിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജീനിയാണെങ്കിൽ അടുത്ത കസ്റ്റമറിനെ കാണുന്നതാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാങ്ങിന്റെ കൂടെ പഠിച്ചിരുന്ന ആ ബാങ്ക് എംപ്ലോയി ആണ്. അവളാണെങ്കിൽ ബാങ്കിൽ ഇരുന്നിട്ട് നമ്മുടെ യാങ്ങിന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യും. അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ വിശ്വസിക്കാത്ത അത്രയും വലിയൊരു എമൗണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഇത് കാണുന്നതും ആ പെണ്ണ് നല്ലതുപോലെ അങ്ങ് ജലസ് അടിക്കും. അവക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുശേഷം കാണിക്കുന്ന ആ സ്ഥലത്തായിട്ട് വലിയൊരു പാർട്ടി നടക്കുന്നതാണ്. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എല്ലാവരും നല്ലതുപോലെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു ഈവന്റ് ആയിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ യാങ് മാത്രമാണ് അവിടെ ഇല്ലാത്ത. അവളാണെങ്കിൽ അവളുടെ വർക്ക്ഷോപ്പിലായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ആ ഏഞ്ചലില്ലേ, അവനാണെങ്കിൽ നടന്നു വരും. ഇവനെ കാണുന്നേ നമ്മുടെ യാങ് ചോദിക്കും, അല്ല നീ ആരാ? നിന്റെ യഥാർത്ഥത്തിലുള്ള ഡ്യൂട്ടി എന്തുവാ? എന്തുകൊണ്ടാണ് നിന്റെ ചിറക് ഇങ്ങനെ കറുത്തിരിക്കുന്നത്? ഉടനെ തന്നെ അവൻ പറയും, എന്തായിരുന്നാലും നിനക്ക് വേണ്ടിയിട്ട് അടുത്ത തവണ ഞാൻ അതിനെ പിങ്ക് ആക്കിയേക്കാം എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, നീ ചാരിറ്റി വർക്ക് എന്നും പറഞ്ഞാൽ ആർക്കൊക്കെയാണോ ഫുഡ് കൊടുക്കുന്നത്? അവരെല്ലാവരും 2-3 ദിവസത്തിൽ മരിച്ചു പോകുന്നതായിട്ട്. എന്താ നിന്റെ ജോലി? അപ്പോൾ അവൻ പറയും, എൻ്റെ ജോലി നിനക്ക് വേറെ രീതിയിലും ചിന്തിച്ചൂടെ? ഞാൻ അവർക്ക് എല്ലാവർക്കും മോക്ഷം കൊടുക്കാനാ പോകുന്നേ എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, എന്താണ് ഇവിടുത്തെ റൂൾസ്? നിനക്ക് പ്രേമത്തിൽ പെടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ അവൻ പറയും, പിന്നെ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ള റൂൾസ് ഒക്കെ ഉണ്ട് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ ഇവന് വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇവൻ വന്നിരിക്കുന്നത് നമ്മളുടെ ജീനിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ യാങ് അതിന് വഴങ്ങത്തൊന്നുമില്ല. അവൾ പറയും, എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എൻ്റെ പുറകെ നടന്ന് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ആയിട്ടുള്ള ആ സൂപ്പർ മാർക്കറ്റിലെ ലേഡി ഇല്ലേ, അവരെയാണ്. അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ആയിരുന്നാലും ഇവർക്ക് വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. കാര്യം ഇവർ പെട്ടെന്നൊരു ദിവസമല്ലേ വലിയ പോസ്റ്റിലൊക്കെ എത്തിച്ചേർന്നത്. ഇവിടെയായിട്ട് അവർ ഭയങ്കരമായിട്ട് അങ്ങ് നെർവസ് ആവും. അവർ വന്നിട്ട് നമ്മുടെ ജീനി എടുത്ത് അവരുടെ രണ്ടാമത്തെ വിഷ് ചോദിക്കും. അവൾ പറയുന്നത് തന്നെ, എന്നെ ഒരു 10-15 വർഷം ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ആ സമയം തൊട്ടേ എന്നെയാണെങ്കിൽ ഈ പോസ്റ്റിലോട്ട് ആക്കണം. എൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തും പണവും വേണമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീനി ആ വിഷു അങ്ങ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ചെറുക്കൻ വരുന്നതാ. അവൻ വന്നിട്ട് പറയും, ഞാൻ റീസെൻ്റ് ആയിട്ട് എൻ്റെ വൈഫും മോനുമായിട്ട് ഇവിടോട്ട് ട്രാൻസ്ഫർ ആയി, നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും കാണാമെന്ന്. അതേസമയം തന്നെ നമ്മുടെ ജീനിയാണെങ്കിൽ യാങ്ങിൻ്റെ കുഞ്ഞിലെയുള്ള വർഷനെ കാണാൻ വേണ്ടിയിട്ട് അവൻ ടൈം ട്രാവൽ ചെയ്ത്
ചെയ്ത് ചെല്ലും. അവിടെ ചെല്ലുന്നതിന് നമ്മളുടെ ജീനി പറയും, ആഹാ നമ്മൾ രണ്ടുപേരും ഇത്രയും പരിചയക്കാരായ സ്ഥിതിക്ക് എന്നെ കണ്ടിട്ട് നിനക്കൊരു ഹായ് പറഞ്ഞൂടെ എന്നാൽ നമ്മുടെ യാങ്ങിന്റെ ചെറിയ വെർഷനില്ലേ, അവളാണെങ്കിൽ ജീനിനെ കാണുന്ന അവന്റെ മുഖത്തായിട്ട് കല്ലെടുത്ത് ഒറ്റൊരടി അങ്ങ് വെച്ചു കൊടുക്കും. ഇതേ സമയം തന്നെ നമ്മളുടെ യാങ്ങിനാണെങ്കിൽ പ്രസന്റ് ടൈമിൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് ഇവളുടെ ഫ്രണ്ട് നോക്കിയിട്ട് പറയും, നീ ഇപ്പോഴും പണ്ടത്തെ പോലെ ഭയങ്കര വിയേർഡ് തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാങ് ആണെങ്കിൽ വീണ്ടും ജീനിയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നതാ. ഇവിടെയായിട്ട് നമ്മളുടെ ജീനി ഇവളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇനി അടുത്ത തവണ കിസ് ചെയ്യുന്ന സമയത്ത് നല്ല മഴ വേണം, അതേപോലെ തന്നെ വൈനും വേണം എന്ന്. മഴക്കോള് കാണുന്നതും യാങ് ആണെങ്കിൽ ബോട്ടിലും വാങ്ങി നടക്കും. അവള് നമ്മളുടെ ജീനിയെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കും. അതായത് പോലീസ് സ്റ്റേഷനിലും അവൻ എവിടെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടോ അവിടെ എല്ലായിടത്തും. എന്തിനാ അവനെ പിടിച്ച് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ജീനിയാണെങ്കിൽ പേടിച്ച് മറിഞ്ഞ് നടക്കുമായിരുന്നു. മഴയൊന്നും മാറുന്നതും അവൻ അവളുടെ മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെടും. ഇവൾ അവൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടും. നീ എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തതല്ലേ മഴയും അതേപോലെ കുപ്പിയും ഉള്ള സമയത്ത് നമുക്ക് രണ്ടുപേർക്കും കിസ് ചെയ്യാമെന്ന്. ഇവരിങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മളുടെ ജീനിയുടെ മൂന്നാമത്തെ കസ്റ്റമർ ആയിട്ടുള്ള ആ പട്ടിയോട്ടോട്ട് ഓടി വരും. അതാണെങ്കിൽ നമ്മളുടെ യാങ്ങിനെ നോക്കി നല്ലതുപോലെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, എനിക്ക് അല്ലേലും അറിയാം ഈ പട്ടികൾക്കാണെങ്കിൽ ഇമോഷൻസിനെ നല്ലതുപോലെ പിടിച്ചെടുക്കാൻ പറ്റും. അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എൻ്റെ കൂടെ ആരുമില്ലെന്ന്. ഈ പരിസരത്തുള്ള എല്ലാ പട്ടികളും എന്നെ കണ്ടിട്ട് നല്ലതുപോലെ കുരയ്ക്കാറുണ്ട്, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. ഇത് കാണുന്നതും നമ്മളുടെ ജീനി ആയിരുന്നാലും പെട്ടെന്ന് സെയ്ജിനെ വിളിക്കും. അവനെ വിളിച്ചിട്ട് ഈ പട്ടിയുടെ അടുത്ത് അതിനെന്താ വേണ്ടതെന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ സെയ്ജ് ആണെങ്കിൽ ഒരു പുലിയാണല്ലോ, അവൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ സെയ്ജ് ആണെങ്കിൽ ജീനിക്ക് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മളുടെ ജീനി പറയും, നിനക്കാണെങ്കിൽ 3 വിഷസ് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ ഇതിനകത്തൊരു കണ്ടീഷനുണ്ട്, നീ ഈ വില്ലേജിലുള്ള എല്ലാ പട്ടികളുടെ അടുത്തും പറയണം യാങ്ങിനെ കാണുമ്പോൾ ഇനി കുരയ്ക്കാനേ പാടില്ല എന്ന്. ഇവിടെ നമ്മളുടെ പട്ടി പറയുന്ന ആദ്യത്തെ വിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹാൻസം ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരാളായിട്ട് വരണം, അതും 40കാരനായിട്ട്. അങ്ങനെ നമ്മളുടെ ജീനിയാണെങ്കിൽ ആ വിഷ് സാധിച്ചു കൊടുക്കും. അവൻ അങ്ങനെ നല്ല കിടിലമായിട്ട് ഒരു മനുഷ്യനായിട്ട് മാറും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുമായിരുന്നു. എന്തായിരുന്നാലും ശവപ്പെട്ടിയല്ല, പകരമായിട്ട് അവളൊരു ടേബിളാണ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അവളുടെ മുത്തശ്ശി എടുത്തുനിന്ന് കോള് വരും. കോൾ അങ്ങോട്ട് വെക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ജീനി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ യാങ് പറയും, നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ മാജിക്കൽ പെന്ന് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് ആർക്കും വായിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ എൻ്റെ മുത്തശ്ശി എൻ്റെ ഡയറി വായിച്ചു, എന്നിട്ടാ അവരെ എന്നെ ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് നിന്റെ ഈ ബ്രോക്കൺ മാജിക്ക് അങ്ങ് എടുത്തോണം കേട്ടല്ലോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീനി പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബുക്കും പേന എവിടെയും ഒളിപ്പിച്ചു വെക്കാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതേതാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാമ്പ് തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ജീനിയാണെങ്കിൽ യാങ്ങിനെയും കൊണ്ട് അവൻ്റെ ലാമ്പിലായിട്ട് വരും. യഥാർത്ഥത്തിൽ ആ ലാമ്പിൽ ഇത്രയും നാൾ അവ ഒറ്റയ്ക്കല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണെങ്കിൽ ആകെപ്പാട് ഒരു ദീവാങ്കോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അവൻ പറയും, ഇവിടെയാണെങ്കിൽ ഒറ്റ സാധനവും ഇല്ല, ഞാൻ എന്ത് ലോൺലിയാണെന്നറിയാവോ. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ്ങും ജീനിയും കൂടി വിചാരിച്ചിട്ട് അവിടെ ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അതായത് ഒരു മാരീഡ് കപ്പിൾ താമസിക്കുന്ന വീട് എങ്ങനെയാണോ അതേപോലെ നമ്മളുടെ ആ ലാമ്പിനെ ആക്കിയെടുക്കും. ഇവിടെയായിട്ട് ഒരു വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ എങ്ങനെയെങ്കിലും തനിയെ അവിടെ മൊത്തം വൃത്തിയാക്കുന്ന പേരിൽ ഒരു പോർട്ടലായിട്ട് കയറിപ്പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജീനി അവിടെ പറയും, ഈ പോർട്ടലിലോട്ട് പോയി കഴിഞ്ഞാൽ 5-6 വർഷം പിടിക്കും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ പറയും, എന്തായിരുന്നാലും നിന്നെ ഞാൻ തന്നെ കൊന്നു കളഞ്ഞേക്കാം, നീ ഈ ഭൂമിയിലുള്ളത് ആർക്കും അത്ര ഗുണമുള്ള കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചും ഓടിച്ചിട്ട് പിടിക്കാനും അടിക്കാനും ഇടിക്കാനും ഒക്കെ ട്രൈ ചെയ്യും. ഈ സൗണ്ട് എല്ലാം പുറത്ത് നിന്ന് നമ്മളുടെ മുത്തശ്ശിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ നമ്മളുടെ യാങ്ങിന്റെ റൂമിൽ നിന്നാണ് സൗണ്ട് എല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. വന്ന് നോക്കുമ്പോൾ എന്താ അവളുടെ കട്ടിലായിട്ട് ഒരു ലാമ്പ് കിടപ്പുണ്ട്, അതിനകത്ത് നിന്നാണ് ഈ മുഴക്കമൊക്കെ കേൾക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ആ ലാമ്പ് എടുത്ത് വെച്ച് ഒന്ന് കുലുക്കി നോക്കും. ഈ കുലുക്കൊക്കെ കാരണം നമ്മളുടെ യാങ്ങും അതേപോലെ ജീനിയും അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടയും മുട്ടയും ചെയ്യും. ഇവരുടെ ഫർണിച്ചർ എല്ലാം ആകെപ്പാട് അലങ്കോലമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീനി ആയിരുന്നാലും യാങ്ങിനെ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവളെ കയറി പിടിക്കും. ജസ്റ്റ് മിസ്സിനാണ് അവർ രണ്ടുപേരും ഒരു കിസ് തന്നെ മിസ്സാക്കുന്നത്. ഒരു സെക്കൻഡ് കഴിയുന്നത് നമ്മളുടെ മുത്തശ്ശീനെ അവരുടെ ഫ്രണ്ട് വന്ന് വിളിക്കും. മുത്തശ്ശി അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ്ങും ജീനിയും ആ ലാമ്പിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് നോക്കും. അവള് വന്ന് അവിടെ ഇരിക്കുന്ന ആൻറ്റി അടുത്ത് ചോദിക്കും, എന്തിനാ എൻ്റെ മുത്തശ്ശി കരയുന്നേന്ന്. അപ്പോൾ അവർ പറയും, നമ്മളുടെ അടുത്തുള്ള ഒരു നെയ്ബർ മരിച്ചുപോയി, നിനക്ക് അയാളെ നന്നായിട്ട് അറിയായിരിക്കും, നിന്നെ അയാൾ ഒരുപാട് പഠിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ മുത്തശ്ശി ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇത് കാണുന്നതും അവളാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, എന്നും പറഞ്ഞ് മുത്തശ്ശി എന്തിനാ കരയുന്നേന്ന്. അപ്പോൾ അവരെല്ലാം പറയാൻ തുടങ്ങും, നിനക്ക് സങ്കടമില്ലെന്നും വെച്ച് എൻ്റെ മുത്തശ്ശിക്ക് അയാൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ന്. അങ്ങനെ ഫ്യൂണറൽ ഹാളിൽ വെച്ചിട്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങും. മുത്തശ്ശിയുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാവോ? മുത്തശ്ശിക്ക്
മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ യാങ്ങിന് ആരുണ്ട്? യാങ് ഒറ്റയ്ക്കായി പോകത്തില്ലേ? അവൾക്ക് ഈ വേൾഡിൽ തന്നെ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ. മുത്തശ്ശി പ്രായമാവുന്നതിനെ പറ്റിയും അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ യാങ് ആണെങ്കിൽ നേരെ വന്ന് ജീനി എടുത്ത് സംസാരിക്കും. ജീനി എടുത്ത് പറയും, ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ ഡയറിയിലായിട്ട് വായിച്ചിട്ടുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അതിനകത്ത് ഏജിൻ്റെ സിംറ്റംസ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ എന്തായിരുന്നാലും എൻ്റെ മുത്തശ്ശീനെ ഈ മരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ വിഷ് ചോദിക്കുക. അതായത് എൻ്റെ മുത്തശ്ശീനെ എൻ്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാക്കി മാറ്റണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീനി നല്ലതുപോലെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ വണ്ടറടിച്ച് നോക്കി നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.